എല്ലാവർക്കും നമസ്കാരം. സലീം ബിൻ ഖാസിമാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നൊരു സന്തോഷ വാർത്തയാണ്, മറ്റൊന്ന് ചെറിയൊരു ദുഃഖ വാർത്തയാണ്. അപ്പോൾ സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തരുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി കൊടുക്കുന്ന, തൻ്റെ ദുആ മജ്ലിസിലൂടെ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും തീർത്തു കൊടുക്കുന്ന, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്ന് പറയുന്ന, തൻ്റെ കറാമത്ത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ശിഫ നൽകി, ഒരുപാട് ആളുകൾക്ക് മനസ്സമാധാനം നൽകി, ഒരുപാട് ആളുകളുടെ പ്രശ്നപരിഹാരങ്ങൾ ചെയ്തു കൊടുത്തു എന്നൊക്കെ അവകാശപ്പെടുന്ന ഹാമിദ് നാറ്റക്കോയ തനിക്കൊരു പ്രശ്നം വന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും രണ്ടു പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇതാണ് സന്തോഷ വാർത്ത. ദുഃഖവാർത്ത എന്താണെന്ന് വെച്ചാൽ ആ രണ്ടുപേരിൽ ഒരാൾ ഞാനല്ല എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇത്രയേറെ കഷ്ടപ്പെട്ടു. നാറ്റക്കോയ എന്താണ് എനിക്ക് ഒരു സ്നേഹമില്ലാത്ത മാതിരി പെരുമാറുന്നത് എന്നോട്, ഇന്നലെ തീരെ ഇഷ്ടപ്പെടാത്ത മാതിരി ഇന്റെ പേരിൽ ഒരു പരാതി. ഇതൊന്നും ശരിയല്ല കേട്ടോ. ഞാൻ അത്രയും കഷ്ടപ്പെട്ടത് ഇങ്ങനത്തെ എന്താണ് ഒരു പരാതി കൊടുക്കും, എൻ്റെ ഒരു പേര് അതിനകത്ത് എന്തായാലും രണ്ടാൾക്കാർക്ക് എതിരെ കൊടുത്തു, ഒരാൾക്കും കൂടെ എതിരെ കൊടുത്തൂടെ? അപ്പൊ കൊടുത്ത പേര് രണ്ടാൾക്കാർ മറ്റാരുമല്ല, ഒന്ന് നമ്മുടെ ഹൈദർ മധൂറും മറ്റൊന്ന് അബു അരീക്കോടുമാണ്. മഹാസിദ്ധനും അത്ഭുതങ്ങളുടെ ആ സാധനവുമായിട്ടുള്ള കറാമത്തുകളുടെ നിറകുടമായിട്ടുള്ള ഹാമിദ് കൊടുത്ത പരാതിന്മേൽ അയച്ചിട്ടുള്ള കോർട്ട് ഓർഡർ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പൊ ഈ പരാതിയിൽ എത്രത്തോളം ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയണമല്ലോ. കറാമത്തൊക്കെ ഉള്ള ആളല്ലേ, ഒരുപാട് അറിവുള്ള, ഒരുപാട് ഡിംഗ്വളിഫിക്കേഷൻ ഒക്കെ ഉള്ള ഒരാളല്ലേ. അപ്പൊ അദ്ദേഹം കൊടുത്തിട്ടുള്ള ആ ഒരു കോർട്ട് ഓർഡർ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതിലുള്ള ഡീറ്റെയിൽസുകൾ എത്രത്തോളം കറാമത്തുകളാൽ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് കടക്കാം. ഒട്ടനവധി കറാമത്തുകളുള്ള ഈ സിദ്ധൻ നമ്മുടെ അബു അരീക്കോടിന്റെ അഡ്രസ്സ് എന്താണ് കൊടുത്തതെന്ന് അറിയാം. അരീക്കോട് സ്വദേശിയാണെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള അബു അരീക്കോടിന്റെ അഡ്രസ്സ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അബു അരീക്കോട്, ഫാദേഴ്സ് നെയിം ഈസ് നോട്ട് നോൺ ടു ദ പ്ലെയിൻറ്റിഫ്. അതായത് അന്യായക്കാരൻ അബു അരീക്കോടിന്റെ ഫാദറിന്റെ നെയിം അറിയില്ല. ഇത്രയും പ്രശസ്തനായിട്ടുള്ള ആളുകൾ അറിയുന്ന അബു അരീക്കോടിന്റെ വാപ്പാന്റെ പേരൊക്കെ അന്വേഷിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. മാത്രമല്ല അദ്ദേഹം കൊടുത്തിട്ടുള്ളത് അബു അരീക്കോടിന് 35 വയസ്സായി എന്നുള്ളതാണ്. വൗ! അതായത് അബു അരീക്കോടിന്റെ വയസ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട, അബു അരീക്കോടിന്റെ പ്രൊഫൈലുണ്ട് ഫേസ്ബുക്കിൽ, ഇതിലൊന്ന് പോയി നോക്കിയാൽ അറിയാം. അപ്പോൾ ഇതിൽ നമ്മൾ അബുവിന്റെ അബൌട്ട് ഇൻഫോ എടുത്ത് നോക്കുന്ന സമയത്ത് അബുവിന്റെ ബർത്ത് ഡേറ്റ് ഇതിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. സെപ്റ്റംബർ 16, 1997. 1997 ജനിച്ച അബു അരീക്കോടിന് വെറും 25 വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള അബു അരീക്കോടിനാണ് 35 വയസ്സായി എന്ന് അദ്ദേഹം കൊടുക്കുന്നത്. അപ്പോൾ ഈ കറാമത്തൊക്കെ ഉള്ള ആൾക്ക് അബു അരീക്കോടിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഒന്ന് തുറന്നു നോക്കാനുള്ള കറാമത്തില്ലാതായി പോയോ എന്റെ നാറ്റക്കോയെ? ഇനി അടുത്തായി നമുക്ക് അബു അരീക്കോടിന്റെ അഡ്രസ്സ് എന്താണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അതായത് അരീക്കോട് എന്ന് പറയുന്ന സ്ഥലം മലപ്പുറം ജില്ലയിലുള്ളതാണെന്നും അബു അരീക്കോട് മലപ്പുറം ജില്ലയിലെ അരീക്കോട് സ്വദേശിയാണെന്നുള്ളതും ഫേസ്ബുക്കിലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം. പക്ഷേ ഈ കറാമത്തുള്ള ആൾക്ക് അതൊന്നും അറിയില്ല. കറാമത്ത് ഹൈ. അപ്പൊ ഇദ്ദേഹം കൊടുത്തിട്ടുള്ളത് ഏജ്ഡ് അബൌട്ട് 35 years, റിസൈഡിങ് അറ്റ് അരീക്കോട് PO, കണ്ണൂർ ഡിസ്ട്രിക്ട്. കണ്ണൂർ സ്വദേശിയാക്കി കഴിഞ്ഞ അബു അരീക്കോട് ചിലപ്പോൾ ഈ CPM വേണ്ടിയിട്ട് സംസാരിക്കുന്നതുകൊണ്ടായിരിക്കാം, ഒരു പാർട്ടി പ്രവർത്തകനായതുകൊണ്ടായിരിക്കാം കണ്ണൂരാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ച് പോയിട്ടുണ്ടാവാം. ഇനി നമുക്ക് അടുത്ത ഡീറ്റെയിലിംഗിലേക്ക് കടക്കാം. ഹൈദർ മധൂറിന് 45 വയസ്സായി എന്നാണ് മൂപ്പര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും നമ്മൾ ഹൈദർ മധൂറിന്റെ ഇതിനൊന്നും കറാമത്തിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ആറ്റക്കോയെ ഹൈദറിന്റെ ഒക്കെ ഫേസ്ബുക്ക് പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഏപ്രിൽ 15, 1985 ജനിച്ചിട്ടുള്ള ഹൈദർ മധൂറിന് നിലവിൽ 37 വയസ്സായിട്ടുള്ളൂ. അതേസമയത്ത് ഹൈദർ മധൂറിന്റെ വയസ്സ് 45 കൊടുത്ത സമയത്ത് ഹമീദ് ആറ്റക്കോയ സ്വന്തം വയസ്സ് 42 കൊടുത്തിട്ടുള്ളത്. ഏതായാലും മറ്റേ എന്താ പറയാ, നാറ്റൊക്കെ അയച്ച് മുത്ത് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര മുത്ത്, വല്ലാത്ത ജാതി സാധനം. ഒറ്റ കാട്ടിയാട്ട് തന്നല്ലേ എനിക്ക് വേണ്ടയി. ഇത് ഇദ്ദേഹം പരാതി കൊടുത്ത ആളുകൾക്കെതിരെയുള്ള ഡീറ്റെയിൽസ് മാത്രമേ തെറ്റായിട്ടുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കരുത്. ഇദ്ദേഹത്തിന്റെ സ്വന്തം അഡ്രസ്സ് പോലും അറിയില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അതായത് സ്വന്തമായിട്ടൊരു അഡ്രസ്സ് ഇല്ലാത്ത ഒരാളാണ് ആറ്റക്കോയ എന്ന് ഈ ഒരു പരാതിയിൽ തന്നെ തെളിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇതിനകത്ത് ഹാമിദ് നമ്മുടെ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം കൂടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് ഹാമിദ് AK എന്നാണ്. AK എന്ന് പറഞ്ഞാൽ അറബി കുരുക്കൾ എന്നുള്ള ഒരു ഇതാണ് വരുന്നതെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. @സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ എന്നുള്ളത് ഏതെങ്കിലും രേഖകളിലുള്ള പേരാണോ ഹാമിദ്? ഒന്നുമില്ല. ഇദ്ദേഹം സ്വന്തമായിട്ട് ഇട്ടിട്ടുള്ള ഒരു പേരാണ് @സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ, സൺ ഓഫ് ലേറ്റ് ആറ്റക്കോയ തങ്ങൾ. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് മരണപ്പെട്ടു പോയിട്ടുള്ള ആറ്റക്കോയ തങ്ങൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ ID കാർഡിലോ ആധാർ കാർഡിലോ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഫാദറിന്റെ പേര് ആറ്റക്കോയ തങ്ങളാണ് ഉള്ളത് എന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ ഫാദറിന്റെ പേര് ആറ്റക്കോയ തങ്ങൾ എന്നൊന്നുമില്ല. അപ്പോൾ അവിടെയും ഇദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് കോടതിയെ. ഇദ്ദേഹത്തിന്റെ വയസ്സ് 42 വയസ്സായി എന്നാണ് പറയുന്നത്. പിന്നെ മണലടി കൊടക്കാട് മണ്ണാർക്കാട് PO പാലക്കാട്. മണലടി കൊടക്കാട് എന്നാണ് അദ്ദേഹം അഡ്രസ്സ് കൊടുത്തിട്ടുള്ളത്. മണലടിയും കൊടക്കാടും തമ്മിൽ ഏകദേശം 15 കിലോമീറ്ററോളം ദൂരവ്യത്യാസമുള്ള ഈ ഒരു സമയത്ത് ഇദ്ദേഹം എങ്ങനെയാണ് മണലടി കൊടക്കാട് എന്നുള്ള അഡ്രസ്സ് കൊടുക്കാൻ പറ്റുക? അതും വലിയൊരു പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. പിന്നെ
ഇദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് ദ പ്ലെയിൻറ്റിഫ് ഈസ് ദ സൺ ഓഫ് ആറ്റക്കോയ തങ്ങൾ അറബി കല്ലറക്കൽ ഇതെങ്ങനെയാണ് അപ്പോൾ ഹൗസ് അറബി കല്ലറക്കൽ ഹൗസ് അച്ചൂർ പോസ്റ്റ് വയനാട്. ദ ഫാദർ ഓഫ് ദ പ്ലെയിൻറ്റിഫ് ഈസ് എ ഡിസിഡൻറ്റ് ഓഫ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ അഡ്രസ്സ് ഇദ്ദേഹം കൊടുത്തിരിക്കുന്നത് വയനാട് അച്ചൂരാണ് കൊടുത്തിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഫാദർ വയനാട് അച്ചൂർ ജീവിച്ചിരുന്നതായിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഫാദർ പുറക്കാട് വേറെ അവിടെ ജീവിച്ചിരുന്നു എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പരാതി നൽകിയിട്ടുള്ള ആളുകളുടെ അഡ്രസ്സ് കറക്റ്റ് അല്ല, അവരുടെ വയസ്സ് കറക്റ്റ് അല്ല, അവരെ പറ്റി കൊടുത്ത ഡീറ്റെയിൽസ് കറക്റ്റ് അല്ല എന്നുള്ളത് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ഡീറ്റെയിൽസ് പോലും കൃത്യമായിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ആധാർ കാർഡിലുള്ള അല്ലാന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക രേഖകളിലുള്ള പേര് മാറ്റിയിട്ട് വ്യാജ പേരിൽ കോടതിയെ സമീപിച്ച് കോടതിയെ കബളിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് മറ്റൊരു വസ്തുതയായിട്ട് നിലനിൽക്കുകയാണ്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ അഡ്രസ്സ് ഇദ്ദേഹം കൊടുത്തിരിക്കുന്നത് അച്ചൂർ എന്നാണ്. അച്ചൂർ ഇദ്ദേഹം ജോലി തേടി പോയിട്ട് അവിടെ പോയിട്ട് ഒരു കല്യാണം കഴിച്ച് അവിടെ ഒരു ഫുട്ബോൾ ക്ലബ്ബൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ കൂടി എന്നുള്ളത് മാത്രമാണ് അച്ചൂരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം. കുറച്ചു കാലം അവിടെ ജീവിച്ചു എന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫാദർ അച്ചൂർ സ്വദേശിയാണ് എന്നുള്ളതൊക്കെയാണ് ഇദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹം തെളിയിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തിനെ കഴിഞ്ഞാൽ ഈ ഒരു പരാതിയിൽ എൻ്റെ പേര് ഉൾപ്പെടുത്താത്തതിലുള്ള കുണ്ഠിതം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അപ്പോൾ എന്തിനായി കഴിഞ്ഞാലും ഈ ഇദ്ദേഹത്തെ തേടി വരുന്ന ആളുകൾക്ക് തേനും കരക്കയും ഈത്തപ്പയൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഇദ്ദേഹത്തിൻ്റെ ഉടായ്പകൾ തുറന്നു കാണിച്ച ആളുകൾക്കെതിരെ കറാമത്തുകളൊന്നും ഇല്ല കേട്ടോ. ഇദ്ദേഹം ഇതുപോലുള്ള വ്യാജ പരാതികളൊക്കെ കൊടുത്തിട്ട് അവരെ മറ്റെന്താ പറയുക ചൊറിയാനുള്ള ഒരു പരിപാടിയാണ്. ഇദ്ദേഹത്തെ പോലുള്ള ഉടായ്പകളെ തുറന്നു കാണിക്കുന്ന ഓരോരുത്തർക്കെതിരെയും അനവധി കേസുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾക്കെതിരെ ഒരുപാട് കേസുകൾ ഒരുപാട് അനവധി വ്യാജ പീഡന പരാതികളടക്കം ഞങ്ങൾക്കെതിരെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം കേസുകളൊന്നും ഞങ്ങളുടെ ഒരു രോമത്തിൽ പോലും സ്പർശിക്കാതെ, കാരണം ഇതിലെല്ലാം വ്യാജമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് ഇവർ കേസ് കൊടുത്തതെന്നിരിക്കെ വാദികൾ തന്നെ പ്രതിയാവുന്ന ഒരു അവസ്ഥയാണ് പല കേസുകളിലും കണ്ടിട്ടുള്ളത്. ഈ ഒരു കേസിലും അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുന്നു. നന്ദി, വണക്കം, വീണ്ടും പറയാം.